അസീംക, ഒരുപാട് പേര് ഈ വീട് പണിയുന്ന സമയത്ത് ഇന്റീരിയർ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ടീം കസബല്ല ഇന്റീരിയേഴ്സിനെ തന്നെ ഈ പ്രോജക്റ്റ് ഏൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം? ഞാൻ അസീം, തിരുവരങ്ങാടിയാണ്, മലപ്പുറം ജില്ലയിൽ. നമ്മൾ വിദേശത്താണ്. അപ്പോൾ ഇത് വീട് ചെയ്യുന്ന സമയത്ത്, ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ പേരെ അപ്രോച്ച് ചെയ്തതാണ്. നമ്മുടെ മെയിനായിട്ട് വേണ്ടത് WPCയിൽ ഇൻറ്റീരിയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രത്യേകിച്ച് നമ്മൾ വിദേശത്തൊക്കെ ആയാലും വീട് അടച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഓൾ കേരള WPCയിൽ ചെയ്യുന്നത് ടീം കസബല്ല എന്ന് മനസ്സിലാക്കുകയും അവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലായാലും പിന്നെ കോർഡിനേഷൻ്റെ കാര്യത്തിലായാലും നമ്മൾ വിദേശത്തായതുകൊണ്ട് നല്ലൊരു ടീമിനെ തന്നെ വേണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടീം കസബല്ലേനെ അപ്രോച്ച് ചെയ്തപ്പോൾ എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കമ്മ്യൂണിക്കേഷൻ ഒന്നായിരുന്നു. പിന്നെ ട്രസ്റ്റ് ചെയ്യാനും നമ്മൾ വിദേശത്തായത് കാരണം അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന ടീമിനെ തന്നെ വേണം എന്നുള്ളത് നിർബന്ധം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ടീം കസബിലായിട്ട് വർക്ക് ചെയ്യുകയും പിന്നെ അതിൻ്റെ ഡിസൈൻ സ്റ്റേജിലായാലും ഇലുമിനേഷൻ സ്റ്റേജിലായാലും അവരായിട്ട് ത്രൂ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഈസിയാണ്. പിന്നെ ഫൈനലി നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഇൻറ്റീരിയർ എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഫുള്ളായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക്സ് അഗെയിൻ ടു ടീം കസബില. ഞങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് അസീംക. കാരണം അസീംക നല്ല ട്രസ്റ്റ്ഫുള്ളായ ഒരു ടീമിനെ അന്വേഷിച്ച് നടന്നു. അസീംക അന്വേഷണത്തിൽ ടീം കസബലയെ കണ്ടെത്തി. അസീംക പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റി. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കും ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സുന്ദരമായ ഒരു ലിവിങ്ങിനെ ഫാമിലി ലിവിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഇൻറ്റേർണൽ ഓപ്പണിംഗ് വിത്ത് 360 TV യൂണിറ്റ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സിസ്റ്റം. അതോടൊപ്പം തന്നെ ഫാമിലി ലിവിങ് ടു ഡൈനിങ്, അതിൻ്റെ ഇൻറ്റേർണലി ഒരു ഓപ്പണിംഗ്, അതൊരു ക്രോക്കറി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എപ്പോഴും ഒരു വീട് ഭംഗിയാവണമെങ്കിൽ ഒരു ഇൻറ്റീരിയർ സ്ഥാപനം മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. ആ ക്ലയൻറ്റ് മാക്സിമം എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അതാണ് അതിലെ ഹൈലൈറ്റ്. അസീംക ഫാമിലി നമ്മളെ ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ്, റെഫറൻസസ് ഇതൊക്കെ തന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്ത ഒരു കൊച്ചു ഭവനം, അസീംകയുടെ ഒരു സ്വപ്ന ഭവനം. ഈ അസീംകയും ഇത്തയുടെയും നല്ലൊരു ഇൻട്രാക്ഷൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അവർ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് പറയും ഇന്ന പോലെ അവരുടേതായ കുറച്ച് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് കിച്ചൺ ഒരുപാട് ഐഡിയാസ് നമുക്ക് അയച്ചു തന്നു. PU പെയിൻ്റാണ്, അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. WPCയിൽ PU ഫിനിഷിൽ കിച്ചൺ ചെയ്യുക എന്ന് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അല്ല ഡബിൾ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മാക്സിമം അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ തിക്നെസ് കൊടുത്ത് ഫുൾ PU ഫിനിഷ്. പണ്ട് കാലത്തൊക്കെ പ്ലൈവുഡിൽ മൾട്ടിവുഡിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ WPC എല്ലാവരും ആഗ്രഹിക്കുന്നൊരു മെറ്റീരിയലാണ്, താല്പര്യപ്പെടുന്നൊരു മെറ്റീരിയലാണ്. അതിൽ മാക്സിമം PU ഫിനിഷോടുകൂടി ചെയ്യാൻ പറ്റുക. അതോടൊപ്പം ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ലാമിനേറ്റ് ഫിനിഷ് ആണെങ്കിൽ നമുക്ക് എഡ്ജ് ബാൻഡ് ഫിനിഷിൽ ആക്കാം. പക്ഷേ PU ഫിനിഷ് ആകുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബീഡിങ് കൺസെപ്റ്റുകളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഡ്ജ് ബാൻഡ് ഇഷ്യൂസ് വരാം. അതിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് PU ഫിനിഷിൽ ബീഡിങ്ങും തിക്നെസ്സും ഒരു യൂറോപ്യൻ കൾച്ചറിലുള്ളൊരു കിച്ചൺ, അതാണ് ഇപ്പോൾ ഈ കിച്ചൺ നിങ്ങൾ കാണുന്നത്. മാക്സിമം കസ്റ്റമർ ആഗ്രഹിച്ച പോലെ തന്നെ ഭംഗിയായിട്ട് അത് PU ഫിനിഷിൽ വളരെ പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റി. വാക്കിംഗ് വാർഡ്രോബ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഓപ്പൺ ഏരിയ ഡിസൈനാണ് ചെയ്യാറ്. ഇവിടെ കുറച്ചും കൂടെ കവേർഡ് ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. വളരെ പ്യുവർ വൈറ്റ് ബേസ് വിത്ത് ഗോൾഡൻ പ്രൊഫൈൽ ഹാൻഡിൽസ്. മിറർ, അതും WPC പാനലിൽ മിറർ സ്റ്റിക്ക് ചെയ്തതാണ്. ഈ ലാമിനേറ്റ് ഫിനിഷിൽ ഇത്ര ഭംഗിയായിട്ട് WPCയിൽ ചെയ്യാം. ഫുൾ മെഷീനറി സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഫുൾ മോഡുലാർ മിനിഫിക്സ് സിസ്റ്റം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഊരി അടുത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണമെങ്കിൽ മാറ്റി വയ്ക്കാം. സിമ്പിൾ ടേബിള്, ഹാൻഡിൽസൊക്കെ ഒരു ആൻറ്റിക് ഫിനിഷ്
2 കുട്ടികളുണ്ട് അവർക്ക്. അപ്പോൾ പ്രായത്തിനെ മാനിച്ചുകൊണ്ട് അവർ 2 സൈഡിലോട്ടാക്കി ഡിസൈൻ ചെയ്തതാണ്. ഇതും അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ആസിംക ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വലിയ രീതിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് അതിൽ കാണാം. ഒരു ഗോൾഡൻ ഫിനിഷ്, ഹാൻഡിൽസ്. അണ്ടർ സ്റ്റെയർ കേസിൽ എല്ലാവരും ചെയ്യണമാരെ കവേർഡ് മാത്രം പോരാ, അതിൽ സ്റ്റോറേജ് വേണമെന്ന് എടുത്ത് പറഞ്ഞോളൂ. ഇത് രണ്ടും സ്റ്റോറേജാണ്, അതും സ്ലൈഡിങ് സ്റ്റോറേജാണ്. ഒരു യൂട്ടിലിറ്റി സ്പേസാണ് അപ്സ്റ്റെയറിൽ, കുറച്ചൊരു യൂട്ടിലിറ്റി സ്പേസിൽ മാക്സിമം. അപ്പോൾ എത്തിയാണെങ്കിൽ അത്യാവശ്യം തയ്ക്കും, അയാൾക്ക് വേണ്ടുന്ന ഒരു സ്പെഷ്യൽ ഏരിയ വേണമെന്ന് പറഞ്ഞിട്ട് ഡിസൈൻ ചെയ്തതാണ്. മാക്സിമം ചെറിയൊരു ഏരിയ ആണെങ്കിൽ കൂടെ മാക്സിമം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കി കൊടുക്കാനുള്ള ഒരു എഫേർട്ട് നമുക്ക് കിട്ടി. ബെഡ്റൂമിൽ ഒരു ട്രഡീഷൻ മിക്സ് ബെഡ്റൂമാണത്. വിത്ത് കുഷൻ ബാക്ക്. ഇതൊരു ടേബിളാണ്, ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ടേബിൾ. ഈ ഡിസൈൻ ടീം കാസബലയുടെ അല്ല, ആസിംക അമേരിക്കൻ സ്റ്റൈലിൽ അയച്ചു തന്നാണ്. അത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. എല്ലാവരും ചോദിക്കും WBC ബെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. ബെൻഡ് എഡ്ജ് ബെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഫുള്ളി WPC ആണ്.